തെറ്റായ വിവരം നൽകി നമ്മുടെ മകളെയും നമ്മയും അപമാനിച്ചതിന് നാസിമിനെ മുക്കാലിയിൽ കെട്ടി 200 അടി നൽകുവാൻ ഞാൻ കൽപ്പിക്കുന്നു. ക്രൂരസിംഹൻ, നിങ്ങൾ നമ്മുടെ മന്ത്രിയുടെ പുത്രൻ മാത്രമാണ്, ഇവിടുത്തെ മന്ത്രിയല്ല. നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി കൃപത് സിംഗിന്റെ മകനാണെന്നുള്ള ഔദാര്യം മാത്രമാണ് ഇത്രയും കാലം നാം കൽപ്പിച്ചു തന്നത്. ക്രൂരസിംഹൻ മേലിൽ മന്ത്രിമന്ദിരം വിട്ട് കൊട്ടാരം വളപ്പിലോ ഉദ്യാനത്തിലോ അന്തപുരത്തിലോ കടക്കാൻ പാടില്ലെന്ന് നാം കൽപ്പിക്കുന്നു. നിങ്ങൾ നമ്മുടെ മന്ത്രിയുടെ പുത്രൻ മാത്രമാണ്, മന്ത്രിയല്ല. നിങ്ങൾ നമ്മുടെ മന്ത്രിയുടെ പുത്രൻ മാത്രമാണ്, മന്ത്രിയല്ല. അതെ, മന്ത്രിയല്ല. അതെ, ക്രൂരസിംഹൻ മന്ത്രിയുടെ പുത്രൻ മാത്രമാണ്, മന്ത്രിയല്ല. മന്ത്രിമന്ദിരം വിട്ടുള്ള സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചിരിക്കുന്ന ക്രൂരസിംഹന് മന്ത്രിയാകണം. ആരെ കൂട്ടുപിടിച്ചും ഏത് തലയറുത്തും ക്രൂരസിംഹൻ വിജയ്ഗഡിന്റെ മന്ത്രിപദം അലങ്കരിച്ചിരിക്കും. എന്താ ഇങ്ങനെ ഇടിവെട്ടേറ്റ പോലെ നിൽക്കുന്നത്? അടി 200 എണ്ണമാണ് എനിക്ക് കിട്ടിയത്, ഒരു കാര്യവും ലാഭവും ഇല്ലാതെ. അടി കിട്ടിയില്ലെങ്കിലും അടിയുടെ വേദന നമുക്കറിയും നസീമേ. ഇത്രയും ശിക്ഷ നമുക്ക് വാങ്ങിത്തന്ന വീരേന്ദ്രനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ മഹാമാന്ത്രികന്മാരാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതിനു മുമ്പ് മറ്റൊരു കാര്യം ചെയ്യണം. എന്താണ്? വീണ്ടും അടിക്ക് പകരം തല പോകുന്ന ഉപായമാണോ? അല്ല, പറയാം, കേട്ടോളൂ. ഈ രാജ്യത്തെ മന്ത്രി പ്രമുഖനാണ് എന്റെ പിതാവ് കൃപത് സിംഹൻ. ആ നിലയ്ക്ക് പിതാവിന്റെ മരണശേഷം മകനായി എനിക്കാണ് ആ സ്ഥാനത്തിനുള്ള അർഹത. മന്ത്രിയായി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ എന്റെ കൽപ്പന പോലെ എളുപ്പത്തിൽ നടക്കും. ചന്ദ്രകാന്ത എനിക്ക് സ്വന്തമാവുകയും ചെയ്യും. അല്ല, അതിന് അങ്ങയുടെ പിതാവ് മരിക്കണം. മരിക്കണം അല്ല, കൊല്ലണം. സ്വന്തം പിതാവിനെ കൊല്ലുകയോ? വേണം. സ്നേഹപൂർവ്വം അഭിനയിച്ച് പാലിൽ വിഷം കലർത്തി കൊടുക്കണം. ആരും സംശയിക്കില്ല. വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തതാണെന്നേ കരുതൂ. അങ്ങനെ പറഞ്ഞു വരുത്തുകയും വേണം. എന്നാലും സ്വന്തം പിതാവിനെ ഏകമകനായ അങ്ങ് തന്നെ വേണം. അല്ലെങ്കിൽ ചന്ദ്രകാന്ത വീരേന്ദ്രസിംഹന്റെ മണിയറയിൽ മയങ്ങിക്കിടക്കും. സ്വന്തം പിതാവിനേക്കാൾ നമുക്ക് വേണ്ടത് ചന്ദ്രകാന്തയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മന്ത്രിയായേ പറ്റൂ. മന്ത്രിയായി കഴിഞ്ഞാൽ അടുത്ത നിമിഷം ജയസിംഹ മഹാരാജാവിനെ കൊല്ലുകയോ തടവറയിൽ പൂട്ടിയിടുകയോ ചെയ്യണം. പക്ഷേ അങ്ങയുടെ പിതാവിന് ആര് വിഷം കൊടുക്കും? യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചാണ് പിതാവ് വരിക. ദാഹമുണ്ടാകും. ചോദിക്കാതെ തന്നെ കണ്ടറിഞ്ഞ് വിഷം കലർന്ന പാല് കൊടുക്കേണ്ടത് നസീമാണ്. അങ്ങയുടെ പിതാവ് വരുന്നുണ്ട്. എല്ലാം പറഞ്ഞതുപോലെ. അച്ഛൻ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ, എന്തു പറ്റി? യാത്ര ദുഷ്കരമായിരുന്നു. കുതിരപ്പുറത്തിരുന്ന് മടുത്തു. നല്ല ക്ഷീണമുണ്ട്. കുടിക്കാൻ എന്തെങ്കിലും വേണം. വേഗം വേണം. ആ വിശറി ഇങ്ങോട്ട് എടുത്തോളൂ. അച്ഛന് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. നിന്റെ ഭാവിക്കത് ഇനി മുതൽ നല്ലതാണ്. അച്ഛന് പ്രായത്തിന്റെ ക്ഷീണമുണ്ട്. യാത്രയൊന്നും വയ്യ. എന്ത് കാര്യമാണ് അച്ഛാ പറയാനുള്ളത്? പറയാം. നിനക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. എന്താ പാലിനൊരു ചവർപ്പ്? എന്താടോ പാലിൽ ചേർത്തത്? തേൻ ചേർത്തതാണ്. മോനെ, നീ എന്റെ ഏക മകനാണ്. അച്ഛന് യാത്ര ചെയ്യാനും പഴയതുപോലെ ഓടി നടന്ന് രാജ്യകാര്യങ്ങൾ നോക്കാനും വയ്യെന്നായി. അച്ഛൻ പറഞ്ഞു വരുന്നത്? ഞാൻ മഹാരാജാവിനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നാളെ മുതൽ മന്ത്രിസ്ഥാനം അവസാനിപ്പിക്കുകയാണ്.
പകരം നിന്നെ മന്ത്രിയാക്കാൻ മഹാരാജാവിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നീ മന്ത്രിയാകും. അയ്യോ അച്ഛാ, എന്താ മോനെ, മന്ത്രിസ്ഥാനം നിനക്ക് വേണ്ടേ? ചിലപ്പോ നിന്നെ മന്ത്രിയാക്കി കഴിഞ്ഞാൽ മഹാരാജാവ് ചന്ദ്രകാന്തയെ നിനക്ക് വിവാഹം കഴിച്ചു തരും. വല്ലാതെ തളരുന്നു. പാലിൽ എന്താ ഉണ്ടായിരുന്നത്? തേൻ. നീ എന്റെ പ്രതീക്ഷ. ചതിയും വഞ്ചനയും കാട്ടാതെ വേണം രാജാവിനെയും പ്രജകളെയും സേവിക്കാൻ. അക്കാര്യത്തിൽ അച്ഛന്റെ സൽപ്പേര് നിനക്ക് സർവ ഐശ്വര്യങ്ങളും നൽകും. അടിവയറ്റിൽ നിന്നും വല്ലാത്ത ഒരു എരിച്ചിൽ തല കറക്കുന്നത് പോലെ മോനെ, നീ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നത് കാണാൻ നിന്റെ അമ്മയില്ലെങ്കിലും ആ മുഹൂർത്തം അച്ഛന് കൺകുളിർക്ക് കാണണം. മകനെ, അത് കണ്ടുകൊണ്ട് വേണം അച്ഛന് വിശ്രമ ജീവിതം. നാളെ മുതൽ വിജയഗഡിന്റെ മന്ത്രി ഞാൻ, ക്രൂരസിംഹൻ. നാളെ മുതൽ വിജയഗഡിന്റെ മന്ത്രി ഞാൻ, ക്രൂരസിംഹൻ. നടന്നോരാക്കാലം കൊച്ചുവിരൽ പിടിച്ചച്ഛനന്ന് വീഴാതെ ഒപ്പം നടന്ന കാലം, വീഴാതെ ഒപ്പം നടന്ന കാലം ഓർക്കാത്ത മകനൊരു മകനാകുമോ? തണലായൊരച്ഛൻ്റെ നിഴലിലല്ലോ തളരാതെ നമ്മൾ വളർന്നതൊക്കെ, ഇടനെഞ്ചിലിട്ടു വളർത്തിയോരച്ഛൻ്റെ നിറമുള്ള ജീവൻ കവർന്നെടുത്താൽ കാലമൊരു പ്രളയ പ്രവാഹമായി കടലായി നമ്മളെ തീരെ തകർക്കും. നമ്മുടെ മന്ത്രി കൃപത് സിംഹൻ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തതെന്ന് നമുക്ക് ഇന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അയാൾക്ക് എന്തു പറ്റി? മരിക്കുന്നതിന് 2 ദിവസം മുമ്പേ നമ്മെ വന്ന് മുഖം കാണിച്ച് അപേക്ഷിച്ചതാണ്. ശാരീരിക അസുഖമുള്ളത് കൊണ്ട് മന്ത്രിസ്ഥാനം ഒഴിവാക്കാൻ അനുവദിക്കണമെന്നും പകരം തന്റെ മകൻ ക്രൂരസിംഹനെ മന്ത്രിയായി സ്വീകരിക്കണമെന്നും ഒക്കെ. അതുകൊണ്ടാണ് ക്രൂരസിംഹനെ മന്ത്രിയായി നിയമിച്ചത്. കൃപസിംഗിന്റെ കാര്യശേഷി
ക്രൂരസിംഹനില്ലെന്ന് അടിയന് തോന്നുന്നു. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനമല്ല, മറ്റെന്തോ നേടാനുള്ള മോഹമാണ് മനസ്സിലെന്ന് അന്തപുരവാസികളെ രഹസ്യമായി പറഞ്ഞു നടക്കുന്നുണ്ട്. ശരിയാണ്, നമുക്കും അത് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ക്രൂരസിംഹൻ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തിട്ട് അധികം നാളായിട്ടില്ല. കൃപസിംഹന്റെ നേതൃത്വത്തിൽ ആഭ്യന്തര സംഘർഷം അഴിച്ചുവിട്ടിരിക്കുന്നു. അതിപ്രധാനമായ ഈ കാര്യത്തെപ്പറ്റി ആലോചിക്കണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ക്രൂരസിംഹൻ എത്തിയിട്ടില്ല. പരിചാരകർ പറയുന്നത് ക്രൂരസിംഹൻ സുഖമില്ലാതെ കിടപ്പാണെന്നും എഴുന്നേക്കാൻ വയ്യാത്തത് കൊണ്ടാണ് വരാത്തതെന്നുമാണ്. ഇന്നലെ ഇവിടുന്ന് നമ്മെ മുഖം കാണിച്ച് ആരോഗ്യത്തോടെ കുതിരപ്പുറത്ത് കയറിപ്പോയ ക്രൂരസിംഹന് ഇന്ന് പ്രഭാതമായപ്പോഴേക്കും എന്തു പറ്റി? അടിയന്റെ അഭിപ്രായം ഇതിലേതോ ഗൂഢാലോചന ഉണ്ടെന്നാണ്. മഹാരാജാവേ, അടിയനൊരു സങ്കടം ഉണർത്തിക്കാനുണ്ടേ. അയാളെ ഇങ്ങോട്ട് പറഞ്ഞയക്കാൻ പറയൂ. മഹാരാജാവേ, അടിയൻ മരിച്ചുപോയ മന്ത്രി കൃപസിംഗിന്റെ ഭൃത്യനാണ്. പേര് രാംലാൽ. അങ്ങയുടെ പിണങ്ങി ക്രൂരസിംഹൻ ചുനാർഗഡിലെ രാജാവ് ശിവദത്തിന്റെ അരികിലേക്ക് പോയിരിക്കുകയാണ്. മഹാരാജാവിന്റെ ചോറ് നിന്ന് വളർന്ന ആൾ അങ്ങനെ ചെയ്യരുതെന്നും മഹാരാജാവിനെ ചതിക്കരുതെന്നും പറഞ്ഞ് അടിയൻ അദ്ദേഹത്തെ വിലക്കി. അതിന് അദ്ദേഹം അടിയനെ വളരെയധികം മർദ്ദിച്ച് അവശനാക്കി. മുൻഷി, ക്രൂരസിംഹൻ അസുഖം പിടിപെട്ട് എഴുന്നേക്കാൻ വയ്യെന്നുകൂടിയല്ലേ പറഞ്ഞയച്ചത്? അയാൾ കള്ളം പറഞ്ഞതാണ് മഹാരാജാവേ. മഹാമാന്ത്രികനായ ശിവദത്ത മഹാരാജാവിനെ കൂട്ടുപിടിച്ച് അങ്ങയെ എതിർത്ത് തോൽപ്പിക്കാനുള്ള ഗൂഢാലോചനയിലാണ് ക്രൂരസിംഹൻ. ശരിയാണ് മഹാരാജാവേ, അടിയൻ ആ വാർത്ത പുറത്തു നിന്നും അറിഞ്ഞു. ഇനിയും അയാൾ വെറുതെ വിട്ടുകൂടാ. മുൻഷി, ക്രൂരസിംഹന്റെ വീട്ടിലുള്ള സ്ത്രീ പുരുഷന്മാരെയെല്ലാം എത്രയും പെട്ടെന്ന് നമ്മുടെ കാരാഗ്രഹത്തിൽ അടയ്ക്കുക. അയാളുടെ സമ്പാദ്യം മുഴുവൻ നമ്മുടെ ഖജനാവിലേക്ക് കണ്ടുകെട്ടട്ടെ. നമ്മുടെ കൽപ്പന നടപ്പാക്കാൻ ഒട്ടും താമസിക്കണ്ട. കൽപ്പന പോലെ. ക്രൂരസിംഹൻ ഇനി ഒട്ടും അടങ്ങിയിരിക്കില്ല മഹാരാജാവേ. ശിവദത്ത മഹാരാജാവിന് പ്രഗത്ഭരായ 4 മന്ത്രവാദികളുണ്ട്. അവരെ വിട്ട് ഈ വിജയഘട്ട് നഗരത്തെ തോൽപ്പിക്കാനുള്ള മന്ത്രവിദ്യകൾ എടുക്കും. ഈ ക്രൂരസിംഹൻ അങ്ങനെയെല്ലാം ചെയ്യുന്നത് അങ്ങയെ തോൽപ്പിച്ച് അവിടുത്തെ പുത്രി ചന്ദ്രകാന്ത രാജകുമാരിയെ സ്വന്തമാക്കാനാണെന്ന് രഹസ്യമായി പറയുന്നത് അടിയൻ കേട്ടതാണ്. നമ്മുടെ നാടും ജീവനും നഷ്ടപ്പെട്ടാലും നമ്മുടെ പുത്രി ചന്ദ്രകാന്തയെ ആ ചതിയനായ ദുഷ്ടന് ഒരിക്കലും നൽകില്ല. മതി മഹാരാജാവേ, ആ ചതിയനെ തടവിലാക്കിയാലേ അവിടുത്തെ പുത്രി ചന്ദ്രകാന്തയ്ക്ക് സ്വതന്ത്രമായി കൊട്ടാരത്തിലെ ഉദ്യാനത്തിലും വെണ്ണക്കൽ മണ്ഡപത്തിലും വന്നു നിൽക്കാൻ കഴിയൂ. പല വേഷത്തിലും തന്ത്രത്തിലും രാജകുമാരിയെ തട്ടിക്കൊണ്ടുപോകാൻ ക്രൂരസിംഹൻ ശ്രമിക്കും. മഹാരാജാവേ, പുത്രിക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നത് നല്ലതാണ്. ശരിയാണ്. രാജകുമാരി ചന്ദ്രകാന്തയോട് നമ്മെ വന്ന് മുഖം കാണിക്കാൻ പറയൂ. മറ്റൊരു സുപ്രധാന കാര്യം കൂടി അടിയന് അറിയിക്കാനുണ്ട് മഹാരാജാവേ. എന്തു കാര്യം? പറയൂ. ശിവദത്ത മഹാരാജാവിന്റെ മന്ത്രവാദികൾ ഈ നാട്ടിൽ ഇറങ്ങി പലതും പ്രവർത്തിക്കും. അവരെ നിലയ്ക്ക് നിർത്തുവാൻ ഇവിടെയും ശക്തനായ ഒരു മന്ത്രവാദി ഉണ്ടാകണം. അങ്ങനെ ഒരാളെ നമുക്ക് എവിടെ നിന്ന് കിട്ടും? ക്രൂരസിംഹനെയും മന്ത്രവാദികളെയും നിലയ്ക്ക് നിർത്താൻ പറ്റിയ ആൾ നമ്മുടെ അയൽരാജ്യമായ നവഗഡിലുണ്ട്. ആരാണത്? നവഗഡ് കൊട്ടാരത്തിലെ വീരേന്ദ്രസിംഹന്റെ ആത്മമിത്രമായ തേജസിംഹൻ. മഹാരാജാവ് സന്ദേശം കൊടുത്തയച്ച് അഭ്യർത്ഥിച്ചാൽ വീരേന്ദ്രസിംഹകുമാരന്റെ പിതാവ് സുരേന്ദ്രസിംഹ മഹാരാജാവ് തീർച്ചയായും തേജസിംഹനെ പറഞ്ഞയക്കും. അതുമാത്രമല്ല, ശിവദത്ത രാജാവ് ഈ നാടാക്രമിക്കാൻ വന്നാൽ സൈന്യ സഹായം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ നാം ഉടനെ തന്നെ സന്ദേശവുമായി അശ്വഭടനെ നവഗഡിലേക്ക് അയക്കാം. മഹാരാജാവ് കൽപ്പിച്ചാൽ തേജസിംഹൻ എന്തായാലും വരും. മഹാരാജാവേ, എന്തുപറ്റി ചമ്പ നിനക്ക്? ശിവദത്ത മഹാരാജാവിന്റെ മന്ത്രവാദികൾ 2 പേർ എങ്ങനെയോ രാജകുമാരിയുടെ ഉദ്യാനത്തിൽ കടന്നിരിക്കുന്നു. കുമാരിയെ മന്ത്രവാദം കൊണ്ട് തട്ടിക്കൊണ്ടുപോവുകയാണ് ലക്ഷ്യം. മുൻഷി, ഇനി ഒട്ടും വൈകണ്ട. നവഗഡിലെ നമ്മുടെ ആത്മമിത്രമായ സുരേന്ദ്രസിംഹന്റെ രാജസദസ്സിൽ നിന്നും മഹാമന്ത്രവാദിയായ തേജസിംഹനെ വിജയഗഡിന്റെ സുരക്ഷയ്ക്കായി ഇങ്ങോട്ട് അയക്കാനുള്ള അഭ്യർത്ഥന സന്ദേശം തയ്യാറാക്കൂ. നവഗഡിലെ രാജാവായ സുരേന്ദ്രസിംഹന് വിജയഗഡിലെ രാജാവായ ജയസിംഹൻ ഒരു സന്ദേശം അയച്ചു. തന്റെ രാജ്യത്തെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന മഹാമന്ത്രവാദികളായ ശത്രുരാജ്യത്തെ നിലയ്ക്ക് നിർത്താൻ തേജസിംഹനെ വിജയഗഡിലേക്ക് അയക്കാനായിരുന്നു ആ സന്ദേശം. ചമ്പേ, രാജകുമാരി നിന്നെ തിരക്കി ഇങ്ങോട്ട് വരുന്നുണ്ട്.
നിന്റെ പ്രിയതമൻ തേജസിംഹൻ രാംലാലായി വേഷം കെട്ടി ഇവിടെ വന്നതിൽ പിന്നെ നിന്നെ കാണാനേ ഇല്ലല്ലോ. സത്യത്തിൽ രാംലാലായി വന്ന തേജസിംഹനെ ആദ്യം എനിക്ക് പോലും മനസ്സിലായില്ല. ഓടി, രാജകുമാരി എവിടെയുണ്ട്? അന്തപുരത്തിൽ. എങ്കിൽ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അങ്ങോട്ട് ചെല്ലുന്നതാണ് നല്ലത്. ശരി, അങ്ങോട്ട് ചെല്ലൂ. നീ കൂടി വരും, നമുക്ക് ഒന്നിച്ചു പോകാം. ചന്ദ്രകാന്ത പ്രേമഗാന ഗംഗ ദേവരാഗ ഗംഗ. ചമ്പയെ കാണാനേ ഇല്ലല്ലോ. ഈയിടെയായി തേജസിംഹന്റെ അരികിലാണ്. ഞാൻ അറിഞ്ഞു. തേജസിംഹന്റെ കൊട്ടാരത്തിലുള്ള വരവിൽ എനിക്ക് മാത്രമല്ല ഗുണം, മറ്റു പലർക്കും ഉണ്ട്. അതുകൊണ്ട് എനിക്കുള്ള ഗുണം? ഗുണമേ ഉള്ളൂ. ആത്മമിത്രത്തെ കാണേണ്ട അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞ് വീരേന്ദ്രസിംഹൻ എപ്പോഴും ഈ കൊട്ടാരത്തിലേക്ക് വരാമല്ലോ. എന്നിട്ട് ഇതുവരെയും വന്നില്ലല്ലോ. ധൃതി കൂട്ടാതെ, വൈകാതെ വരും. ആ മതി മതി. ചമ്പേ, തമാശയല്ലാത്തൊരു കാര്യം ഞാൻ അറിഞ്ഞു. രാജസദസ്സിൽ ശിവദത്ത മഹാരാജാവിന്റെ മന്ത്രവാദികളിൽ ഒരാൾ കടന്നുകൂടിയെന്നും തേജസിംഹൻ കണ്ടുപിടിച്ചപ്പോഴേക്കും ആ മന്ത്രവാദി രക്ഷപ്പെട്ടുവെന്നും. തേജസിംഹൻ ശത്രുവിനെ തിരിച്ചറിഞ്ഞത് ശരിയാണോ? ശരിയാണ്. ആ മന്ത്രവാദികൾ നമ്മുടെ നാട്ടിൽ മാത്രമല്ല രാജകൊട്ടാരത്തിനകത്തും കടന്നുകൂടാൻ ശ്രമിച്ചിരിക്കുന്നു. സൂക്ഷിക്കണം. ചന്ദ്രകാന്തേ, എന്താച്ചാ? നിന്നെ കാണാതെ നാം ഒരു നിമിഷം ഭയന്നു. എന്താ കാര്യം അച്ഛാ? എന്ത് പറ്റി? സൂക്ഷിക്കണം രാജകുമാരി. ശിവദത്ത മഹാരാജാവിന്റെ മന്ത്രവാദികൾ കൊട്ടാരത്തിനകത്ത് കടന്നു വന്ന് കുമാരിയെ മയക്കെടുത്ത് തട്ടിക്കൊണ്ടുപോകും. ആരെങ്കിലും പിടികൂടിയോ അച്ഛാ? ഇല്ല, പക്ഷെ ഒരു അനിഷ്ട സംഭവം ഉണ്ടായിരിക്കുന്നു. തേജസിംഹനെ രാജസദസ്സിൽ കാണുന്നില്ല. അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് തേജസിംഹനെ ശിവദത്തന്റെ മന്ത്രവാദികളിൽ ഒരാൾ തട്ടിക്കൊണ്ടുപോയി ശിവദത്തന്റെ കൊട്ടാരം തടവറയിൽ പൂട്ടിയിട്ടിരിക്കുന്നുവെന്ന്. ഇനി എന്ത് ചെയ്യൂ അച്ഛാ? മകളെ ചന്ദ്രകാന്തേ, നീ വളരെയേറെ സൂക്ഷിക്കണം. തേജസിംഹൻ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. ചിലപ്പോൾ ചമ്പയുടെ വേഷത്തിൽ വന്ന് നിന്നെ വശീകരിച്ചു കൊണ്ടുപോകുമെന്ന്. ആര് വിളിച്ചാലും എന്ത് തന്നാലും ഈ രണ്ട് തോഴിമാരാണെങ്കിൽ കൂടി പോകുകയോ ഒന്നും വാങ്ങി കഴിക്കുകയോ ചെയ്യരുത്. ഇല്ലച്ചാ. എങ്ങനെ തേജസിംഹനെ ആ തടവറയിൽ നിന്നും മോചിപ്പിക്കും? യുദ്ധം ചെയ്താലും നമ്മുടെ ആത്മമിത്രം തേജസിംഹനെ നാം മോചിപ്പിക്കും. വരൂ യുവരാജൻ. നവഗഡിലെ നമ്മുടെ ആത്മമിത്രം സുരേന്ദ്രസിംഹന്റെ മകൻ വീരേന്ദ്രസിംഹൻ. തേജസിംഹനെ കാണാനില്ലെന്ന സന്ദേശം നവഗഡിലെത്തിയ ഉടൻ നാം പാഞ്ഞു വന്നത് ശിവദത്തിന്റെ തടവറയിൽ നിന്നും നമ്മുടെ ആത്മമിത്രത്തെ മോചിപ്പിക്കാനാണ്. ശിവദത്തന്റെ സൈന്യത്തോട് പിടിച്ചു നിൽക്കാനുള്ള സൈനിക ബലം നമുക്കില്ല. മാത്രവുമല്ല, അയാൾ മഹാമന്ത്രവാദിയാണ്. മറ്റേതെങ്കിലും സൂത്രത്തിലെ തേജസിംഹനെ മോചിപ്പിക്കാൻ കഴിയൂ? തേജസിംഹനെ മോചിപ്പിക്കാൻ ഇപ്പോൾ നമുക്ക് ആവശ്യം ഒരു മന്ത്രവാദിയാണ്. മന്ത്രവാദിയുടെ തന്ത്രവും വീരേന്ദ്രസിംഹന്റെ കരുത്തുമുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് തേജസിംഹനെ മോചിപ്പിക്കാൻ കഴിയും. എവിടെയുണ്ട് മുൻഷി ഇനി അങ്ങനെ ഒരു മന്ത്രവാദി? ഞാനുണ്ട് മഹാരാജാവേ. മന്ത്രവാദം കൊണ്ട് മാത്രമല്ല, തന്ത്രം ഉപയോഗിച്ചും തേജസിംഹനെ മോചിപ്പിക്കുവാൻ വീരേന്ദ്രസിംഹ രാജാവിന് കൂട്ടായി ഞാൻ പോകാം. മഹാരാജാവ് കൽപ്പിച്ചാലും. നാം കൽപ്പിച്ചിരിക്കുന്നു. മുൻഷി, ഇവർക്ക് ആവശ്യമുള്ള എല്ലാ സഹായവും നൽകാൻ നാം കൽപ്പിക്കുന്നു. എങ്കിൽ മഹാരാജാവേ, ഇനിയും വൈകുന്നില്ല. നമ്മുടെ ആത്മമിത്രം തേജസിംഹനെ മോചിപ്പിക്കാൻ ഞങ്ങൾ ചുനാർഗഡിലെ ശിവദത്തന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നു. അനുഗ്രഹിച്ചാലും. ചുനാർഗഡിലെ ശിവദത്ത മഹാരാജാവ്. ചില പ്രത്യേക നേരത്ത് ശിവദത്തന് ഒരു ഫലിതമുണ്ട്. ഉഗ്രവിഷമുള്ള സർപ്പത്തെ കൊണ്ട് തന്റെ നാവിൽ കൊത്തിച്ച് വിഷം സംഭരിക്കുക. എന്നിട്ട് ആ വിഷലഹരിയിൽ മറ്റുള്ളവരെ കടിച്ചു കൊല്ലുക. ക്രൂരസിംഹൻ ഈ നിമിഷം മുതൽ നമ്മുടെ ആത്മമിത്രമാണ്. ചുനാർഗഡിന്റെയും നമ്മുടെയും സഹായം എപ്പോഴും ഉണ്ടാകുമെന്ന് നാം വാക്കു തരുന്നു. നമ്മുടെ ശത്രു രാജ്യമായ വിജയ്ഗഡിന്റെ അതിർത്തിയിൽ സംഘർഷമുണ്ടാക്കി തീവ്രവാദികൾ കൊള്ളയടിച്ച സമ്പത്ത് മുഴുവൻ നമ്മുടെ ഖജനാവിലേക്ക് ക്രൂരസിംഹൻ സംഭാവന ചെയ്തിരിക്കുന്നു. മാത്രമല്ല, നമ്മുടെ മറ്റൊരു ശത്രു രാജ്യമായ നവഗഡിന്റെ മന്ത്രിപുത്രനും മഹാമന്ത്രവാദിയുമായ തേജസിംഹനെ
നമ്മുടെ കാരാഗ്രഹത്തിലും എത്തിച്ചു. അതിന്റെ സന്തോഷം പങ്കിടാനാണ് നാം ഈ രാത്രിയിൽ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ വശ്യമനോഹരമായി നൃത്തം ചെയ്യാൻ കഴിയുന്ന ഒരു പുതിയ നർത്തകിയെ നാം ഈ സഭയിൽ പരിചയപ്പെടുത്തുന്നു. ആരെവിടെ? നർത്തകി രംഭയെ കൊണ്ടുവരിക. ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത് നിന്റെ നൃത്തം കാണാനാണ്. ആരംഭിക്കാം. എനിക്ക് പരിചയമുള്ള ശബ്ദം. അതാരാണ് മഹാരാജാവേ? തേജസിംഹൻ, നവഗഡിലെ മഹാമാന്ത്രികനായ മന്ത്രിപുത്രൻ. ഇപ്പോ നമ്മുടെ തടവുകാരനാണ്. തേജസിംഹൻ സുരേന്ദ്രസിംഹ മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ വെച്ച് ഞാൻ സംഗീതം പഠിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട ശിഷ്യനാണ് തേജസിംഹൻ. മഹാരാജാവേ, ഈ സഭയിൽ തേജസിംഹൻ കൂടി ഇവൾക്കൊപ്പം പാടാനുണ്ടെങ്കിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു സംഗീത രാത്രി കൂടിയായിരിക്കും ഇത്. എങ്കിൽ അയാളെ ഉടനെ വരുത്താം. പക്ഷേ അയാൾ തന്ത്രശാലിയാണ്. അതുകൊണ്ട് കൈവിലങ്ങൾ അഴിച്ചുമാറ്റും, കാൽച്ചങ്ങൽ അഴിക്കുകയില്ല. പാട്ടുകാരൻ എന്തിനാണ് മഹാപ്രഭു കാലും ശരീരവും? കൈകളും ചുണ്ടുകളും മതിയല്ലോ. തടവറയിൽ നിന്ന് ബന്ധനത്തിൽ കിടക്കുന്ന തേജസിംഹനെ കൈവിലങ്ങൾ അഴിച്ചുമാറ്റി കൊണ്ടുവരൂ. വരൂ വരൂ നമ്മുടെ പ്രിയ ശിഷ്യൻ തേജസിംഹൻ. എത്ര കാലമായി നിന്നെ കണ്ടിട്ട്, നിന്റെ പാട്ട് കേട്ടിട്ട്. ഈ സദസ്സിൽ വെച്ച് നിന്റെ പാട്ട് കേൾക്കുവാൻ നിന്റെ ഗുരുവായി ഞാൻ കൊതിക്കുന്നു. ആ ആലാപനം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ ഇവിടെയും എത്തിയിട്ടുണ്ടെന്ന്. മരണം വന്നെന്നെ ചങ്ങലകളാൽ ബന്ധിച്ചാലും ഞാൻ എന്നും എന്റെ ഗുരുവിന് വേണ്ടി പാടും. പതിനേഴു വസന്തങ്ങൾ അണിചൊരുക്കിയ പൗർണമിയോ നീ, പനിനീർ മലരൊളിയോ പനിനീർ മലരൊളിയോ, കനവിന്റെ ഉമ്മറപ്പടിയിലിരിക്കണ മധുരപ്പതിനേഴുകാരി, എന്റെ മധുരപ്പതിനേഴുകാരി, എന്റെ മായാജാലക്കാരി. വളകിലുങ്ങണ തളകിലുങ്ങണ വലം വച്ചോ നീ, വളകിലുങ്ങണ തളകിലുങ്ങണ വലം വച്ചോ നീ. ചൊല്ലു പെണ്ണേ ഒന്നെന്റെ കരളു കവരാനായി, പാട്ടിലുള്ളത് ഈണമല്ലേ ഉള്ളിലുള്ളത് നാണമല്ലേ. പാട്ടിലുള്ളത് ഈണമല്ലേ ഉള്ളിലുള്ളത് നാണമല്ലേ. നാണം മാറാനീണമേകാനരികിൽ വായോ, നാണം മാറാനീണം മൂളാനരികിൽ വായോ, എന്റെ അരികിൽ വായോ. 17 വസന്തങ്ങളാണീ ചൊരുക്കിയ പൗർണമിയോ നീ, പനിനീർ മലരൊളിയോ പനിനീർ മലരൊളിയോ. ആശയുണ്ട് അതു പറഞ്ഞാൽ പിണങ്ങല്ലേ നീ, ആശയുണ്ട് അതു പറഞ്ഞാൽ പിണങ്ങല്ലേ നീ. കവിളേറെ ചുവന്നല്ലോ ചിരിക്കൂലേ നീ, എന്നിലുള്ളത് പ്രേമമല്ലേ നിന്റെ മോഹ
തേജസിംഹൻ. രംഭ ഇനിയും നൃത്തം ചെയ്യും. ഞാൻ നിർത്തുകയാണ്. ഒരു ദിവസം ഞാൻ ഒരു പ്രാവശ്യമേ പാടൂ. അങ്ങേക്കിനി ഈ നൃത്തം കാണണമെന്നുണ്ടെങ്കിൽ നാളെയാവട്ടെ. രംഭയെ പോകാൻ അനുവദിക്കാതെ ഇവിടെ താമസിപ്പിച്ചാൽ മതിയല്ലോ. അത് ശരിയാണ്. രംഭയ്ക്ക് ഇവിടെ താമസിച്ചാൽ മതിയല്ലോ. മതി. അതെ മഹാരാജാവേ, ഇതാണ് എന്റെ ശിഷ്യന്റെ പിടിവാശി. എത്രയോ തവണ ഞാൻ പറഞ്ഞു മടുത്തിരിക്കുന്നു. ഇങ്ങനെയുമുണ്ടോ മനുഷ്യൻ? ഉണ്ട് മഹാരാജാവേ. തേജസിംഹൻ ഇത്തരം പ്രത്യേകതകളുള്ള ആളാണ്. വിജയഗഡിലെ ക്രൂരസിംഹനല്ല, നവഗഡിലെ തേജസിംഹൻ. രണ്ടും മന്ത്രികുമാരന്മാരാണെങ്കിലും രണ്ടും രണ്ട് തന്തയ്ക്ക് ജനിച്ച ഗുണം കാണിക്കും. അങ്ങേ കണ്ട നിമിഷം മുതൽ ആരുമില്ലാത്ത നേരത്ത് അരികിലെത്തണമെന്ന് മോഹിച്ചിരുന്നു അടിയൻ. അടിയനോ? പാടില്ല രംഭേ, നാമാണ് അടിയൻ. രംഭ നമ്മുടെ അഭിമാനമാണ്. മനസ്സിന്റെ മണിമഞ്ചത്തിൽ മയിൽപേടയെ പോലെ മാറോടണച്ചു മയക്കാൻ കൊതിക്കുന്ന നമ്മുടെ മാനസ റാണിയാണ്. അപ്പോ മഹാപ്രഭു, അങ്ങയുടെ പ്രിയപത്നി കലാവതി മഹാറാണി? മയിൽപേടയെ കയ്യിൽ കിട്ടിയാൽ കൂട്ടിലുള്ള കുരുത്തോല പക്ഷി ആർക്ക് വേണം? അതും രംഭയെ പോലുള്ള മയിൽപേടയെ സ്വന്തമായി കിട്ടുമ്പോ ഞാൻ ഭാഗ്യവതിയാണ് മഹാപ്രഭു. നാമാണ് ഭാഗ്യവാൻ. കണ്ട നിമിഷം മുതൽ കാണാതിരിക്കാനും ആ നൃത്തം കാണാതിരിക്കാനും നമുക്ക് കഴിയുന്നില്ല രംഭേ. ഞാനെന്നും അങ്ങേ നൂപുരത്തുനിയിൽ മയക്കി ഉറക്കാം. ഓ, ഉറക്കെ കിടത്തിയിട്ട് നമ്മെ വിട്ടുപോകാനാണോ? അയ്യോ, സൗന്ദര്യാരാധകനായ ഈ കലോപാസകനെ ഉറക്കിക്കിടത്തി പോകാൻ ഏത് കലാകാരിക്കാണ് മനസ്സനുവദിക്കുക? നാം സന്തുഷ്ടനാണ്, ധന്യനാണ്. എന്നെ ഈ കൊട്ടാരത്തിൽ അങ്ങ് എങ്ങനെയാണ് സ്വീകരിക്കുക? കൊട്ടാരം നർത്തകിയായോ, മഹാറാണിയായോ, അതോ? മഹാറാണിയായി. എന്താ പോരെ? അപ്പോ കലാവതി മഹാറാണി? നിന്റെ പരിചാരികയായിട്ട് കടന്നു പോടി പുറത്ത്. നിന്റെ നൃത്തം കാണണമെന്ന് വാശി പിടിച്ച് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ട് നിന്നെ കൊണ്ട് ആടിച്ചിട്ട് ഇദ്ദേഹം അടങ്ങുമെന്ന്. മഹാരാജാവേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? കലാവതി, ഇത് നമ്മുടെ അതിഥിയായ കലാകാരിയാണ്. അധിക്ഷേപിക്കരുത്. നമുക്ക് രംഭയോട് അനുകമ്പയുണ്ട്. ഇത് അനുകമ്പയല്ല, അനുരാഗമാണ്. കലയെ ആരാധിക്കുന്നവനാണ് നാം. അതിന് അവിഹിത ബന്ധത്തിന്റെ ആവരണം പുതപ്പിക്കരുത് മഹാറാണി. സ്ത്രീയുടെ അധരത്തിലും അങ്കലാവനത്തിലും കാണുന്നത് ആരാധനയല്ല, അവളെ ആവരണത്തിന്റെ പുതപ്പഴിച്ച് കാണാനുള്ള ആർത്തിയാണ്. ദേവി, ഒരു കലാകാരിയെ കുറ്റപ്പെടുത്തുന്ന സംശയിക്കുന്ന നീതിയാണോ? സംസ്കാരമാണോ? കലയെന്നത് ദൈവിക വരദാനമാണ്. ശബ്ദിച്ചു പോകരുത്. നിന്നെപ്പോലത്തെ വൃത്തികെട്ടവരുടെ കയ്യിൽ ആ ദൈവിക വരദാനം വന്നു ഭവിച്ചതാണ് കലയ്ക്ക് സംഭവിച്ച ഏറ്റവും വലിയ ഗതികേട്. മഹാപ്രഭു, ഇനിയും അങ്ങയുടെ സമീപത്ത് ഞാൻ നിൽക്കുന്നത് ശരിയല്ല. ഇനി എന്നെ കാണണമെന്നുണ്ടെങ്കിൽ, എന്റെ നൃത്തം കാണണമെന്നുണ്ടെങ്കിൽ എന്റെ കുടിലേക്ക് വരൂ. ഞാൻ അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. രംഭ തിലോത്തമയാണ്. ഇനി അവളെ ഈ പരിസരത്ത് കണ്ടുപോയാൽ കലാവതിയുടെ സ്വഭാവം അപ്പോഴറിയും. എനിക്കവൾ രംഭ മാത്രമല്ല, ഇന്ദ്രസദസ്സിലെ തിലോത്തമയും മേനകയും ഉർവശിയും എല്ലാമാണ്. എല്ലാമാണ് രംഭ. വിജയിച്ചാലും നിങ്ങൾ പോയ കാര്യം എന്തായി? വിജയഘട്ടിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തു? ബദ്രീനാഥ് പണ്ഡിതൻ എവിടെ പോയി? പുറത്തുണ്ട് മഹാരാജാവേ. തേജസിംഹനെ നമ്മൾ തടവിലാക്കിയ ശേഷം
വിജയഗഡ് കൊട്ടാരം വൻ കാവലിലാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല മഹാരാജാവേ. ഞങ്ങളുടെ കൂടെ വന്ന മന്ത്രവാദികളായ ലാലനെയും രാംനാരായണനെയും അവർ കാരാഗ്രഹത്തിൽ അടക്കുകയും ചെയ്തു. ഈ അശുഭവാർത്ത അറിയിക്കാൻ എന്തിനെന്നെ സ്വപ്നത്തിൽ നിന്നുണർത്തി? ചതിച്ചു മഹാരാജാവേ, ചതിച്ചു. ആ രംഭ നമ്മെ ചതിച്ചു. എന്താ രാജഗുരു പറയുന്നത്? മഹാരാജൻ രംഭയുടെ വേഷത്തിലെത്തിയത് ചന്ദ്രകാന്തയുടെ തോഴി ചമ്പയായിരുന്നു. വൃദ്ധൻ നവഗഡിലെ രാജകുമാരൻ വീരേന്ദ്രസിംഹനും തടവറയിലായിരുന്ന രാജസിംഹനെ അവർ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ചമ്പയെയും വീരേന്ദ്രസിംഹനെയും ഉടൻ തന്നെ പിടികൂടണം. അതുവരെ നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കില്ല. അവരെ രണ്ടുപേരെയും പിടിച്ചേൽപ്പിക്കാൻ ജയസിംഹ മഹാരാജാവിന് സന്ദേശം അയക്കുക. സന്ദേശം കൊടുത്തയച്ചത് കൊണ്ട് കാര്യങ്ങൾ നടക്കുമെന്ന് തോന്നുന്നില്ല. അതിർത്തിയിൽ സൈന്യത്തെ സജ്ജമാക്കിയിട്ട് ജയസിംഹനുള്ള സന്ദേശം എത്തിക്കുക. സന്ദേശത്തിൽ കൂടി കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ വിജയഗഡിനെ ആക്രമിച്ച് കീഴടക്കുന്നു. ചമ്പയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അപാര ബുദ്ധിയാണ് കാണിച്ചത്. അല്ലായിരുന്നെങ്കിൽ ശിവദത്ത മഹാരാജാവിന്റെ തടവറയിൽ നിന്ന് ഒരു യുദ്ധം കൊണ്ടല്ലാതെ തേജസിംഹനെ രക്ഷപ്പെടുത്താൻ കഴിയില്ലായിരുന്നു. പാവം ശിവദത്ത മഹാരാജാവ് രംഭയെ കാണാതെ രംഭ പോയെന്നറിയുമ്പോൾ മരവിച്ചിരുന്ന് കാണുന്നു. രംഭ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ യുദ്ധത്തിന് വരെ ശിവദത്ത മഹാരാജാവ് തയ്യാറാകും. അല്ലെങ്കിലും ക്രൂരസിംഹന് വേണ്ടി ജയസിംഹ മഹാരാജാവിനോട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് ചുനാർഗഡിൽ വെച്ച് ഞാൻ അറിഞ്ഞു. എങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. സൂക്ഷിക്കുകയല്ല, യുദ്ധത്തിന് തയ്യാറാകുകയാണ് വേണ്ടത്. ചമ്പ ഉടനെ വിജയഗഡിലേക്ക് പുറപ്പെടൂ. ജയസിംഹ മഹാരാജാവിനെ വിവരം അറിയിക്കൂ. നവഗഡിലെ സൈന്യവുമായി ഞങ്ങൾ യുദ്ധത്തിൽ സഹായിക്കാൻ ഉണ്ടാകുമെന്ന് മഹാരാജാവിന് ഉറപ്പ് കൊടുക്കൂ. ദൂതനറിയിച്ച് വിവരം ഉണർത്താനുണ്ട്. എന്താണ്? വിജയഘട്ടിലേക്ക് ശിവദത്ത മഹാരാജാവിന്റെ സൈന്യം യുദ്ധത്തിനായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. തേജസിംഹൻ, അപ്പോൾ യുദ്ധം ഉറപ്പാണ്. ഇനി ഒട്ടും താമസിക്കേണ്ട. യുദ്ധം സത്യമാണെങ്കിൽ വിജയഗഡ് ചുനാർ രാജ്യവുമായി ജയിക്കാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ രാജകുമാരി ചന്ദ്രകാന്തയെ ആ ശിവദത്ത മഹാരാജാവിന്റെ സഹായത്തോടെ ക്രൂരസിംഹൻ പിടിച്ചുകൊണ്ടുപോകും. തേജസിംഹൻ, ചുനാർ സൈന്യത്തോട് വിജയഗഡിലെ സൈന്യങ്ങൾ തോൽക്കാം. പക്ഷേ വിജയഗഡിനെ സഹായിക്കാൻ നവഗഡിലെ ആണുങ്ങൾ തയ്യാറാണ്. തേജസിംഹൻ അതിൽ സംശയമുണ്ടോ? ഇല്ല. എങ്കിൽ ആത്മമിത്രം, നമുക്ക് അഭിമാനകരമായ നേട്ടം കൈവരിക്കാൻ ഒന്നിച്ചു നിൽക്കാം. യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തി നമ്മെ വിവരം അറിയിക്കൂ. മകളെ ചന്ദ്രകാന്ത, നിനക്ക് എന്തു പറ്റി? വരാൻ പോകുന്ന യുദ്ധത്തെപ്പറ്റി ആലോചിക്കാനാണ് അച്ഛൻ ഈ മന്ദിരത്തിലേക്ക് വന്നത്. യുദ്ധത്തെപ്പറ്റി ഇനി ആലോചിച്ചതുകൊണ്ട് എന്താണ് അച്ഛാ ഫലം? ശിവദത്ത മഹാരാജാവിനോട് യുദ്ധം ചെയ്താൽ നമ്മൾ വിജയിക്കുമോ? അതുകൊണ്ട് അയാൾ കൊടുത്തയച്ച ഭീഷണിപ്പെടുത്തുന്ന സന്ദേശത്തിന് അനുകൂലമായി പ്രവർത്തിക്കണോ? ശിവദത്തൻ കൊടുത്തയച്ച സന്ദേശം എന്തെന്ന് മകൾക്കറിയാമോ? അറിയാച്ചാ. വീരേന്ദ്രസിംഹ രാജകുമാരനെയും ചമ്പയെയും അയാളുടെ മുമ്പിൽ ഹാജരാക്കുക. പ്രായച്ചിത്തമായി എന്നെ ക്രൂരസിംഹനും വാങ്ങ് കഴിച്ചു കൊടുക്കുക. അതെ, നിന്നെ അധർമ്മിക്ക് കൊടുത്തിട്ട് പിന്നെ നമുക്ക് എന്തിനാണ് ഈ രാജ്യം, ഈ സിംഹാസനവും കിരീടവും? യുദ്ധത്തിൽ തോറ്റാലും ശിവദത്തിന്റെ സൈന്യം വീരേന്ദ്രസിംഹനെയും ചമ്പയും പിടിച്ചുകൊണ്ട് പോവില്ലേച്ചാ. എന്നെ ക്രൂരസിംഹം വാങ്ങ് കഴിക്കില്ലേച്ചാ. അതെ, പിന്നെ എന്തു വേണമെന്നാണ് മകൾ പറയുന്നത്? ഈ നാടിനെയും അച്ഛനെയും രക്ഷിക്കാൻ വേണ്ടി ഞാൻ തോൽക്കാച്ച. ചന്ദ്രകാന്തേ, അതെ, എന്നെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു നാട് നശിക്കണോ അച്ഛ?
അറിഞ്ഞുകൊണ്ട് ബലി കൊടുക്കണോ? ഈ വിജയഗഡ് രാജ്യവും നമ്മുടെ അളവറ്റ സമ്പത്തും എല്ലാം ബലി കൊടുക്കേണ്ടി വന്നാലും ശിവദത്ത മഹാരാജാവിന് വേണ്ടി നിന്നെ നഷ്ടപ്പെടാൻ ഈ അച്ഛൻ തയ്യാറല്ല മോളെ. മഹാപ്രഭു, വീരേന്ദ്രസിംഹകുമാരനും ഞാനും ജീവിച്ചിരിക്കുമ്പോൾ അത് സംഭവിക്കില്ല. നിങ്ങളെ പ്രതീക്ഷിച്ചു നിൽക്കുകയായിരുന്നു നാം. ശിവദത്തിന് നാം എന്തു മറുപടി കൊടുക്കണമെന്ന് ആലോചിക്കുകയാണ്. അതിനിടയിലാണ് ചന്ദ്രകാന്തയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന തീരുമാനങ്ങൾ. മഹാരാജാവും രാജകുമാരി ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. രാജകുമാരിയെയും ചമ്പയെയും എന്തിന് വിജയഗഡിലെ ഒരു ദാസിയെ പോലും ശിവദത്തിന് കണി കാണാൻ കൊടുക്കില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? യുദ്ധം ചെയ്യണോ? വേണം. യുദ്ധം മാത്രമാണ് ശിവദത്ത മഹാരാജാവിനുള്ള നമ്മുടെ മറുപടി. എങ്ങനെ അയാളുടെ സൈന്യത്തോട് നമ്മൾ ഏറ്റുമുട്ടും? ശിവദത്തന്റെ വൻ സൈന്യത്തെ നേരിടാൻ നമുക്ക് കഴിയുമോ? നവഗഡിലെ സുരേന്ദ്രസിംഹ മഹാരാജാവിന്റെ ഭടന്മാർ കൂടി നമ്മെ സഹായിക്കാനെത്തും. ആ സൈന്യത്തെ നയിക്കുന്നത് സുരേന്ദ്രസിംഹ മഹാരാജാവിന്റെ സീമന്തപുത്രൻ വീരേന്ദ്രസിംഹ രാജകുമാരനായിരിക്കും. അപ്പോൾ വിജയം നമുക്കാണോ എന്ന് സംശയിക്കേണ്ട കാര്യമില്ല. തേജസിംഹൻ, ഈ സഹായത്തിന് നാം സുരേന്ദ്രസിംഹ മഹാരാജാവിനോട് കടപ്പെട്ടിരിക്കുന്നു. പക്ഷേ എങ്ങനെ അദ്ദേഹം ഏകമകനെ യുദ്ധമാളത്തിലേക്ക് അയക്കും? മഹാരാജാവ് അതിനെപ്പറ്റിയൊന്നും ഉത്കണ്ഠപ്പെടേണ്ടതില്ല. മഹാരാജാവ് യുദ്ധത്തിന് പോവുകയും വീരേന്ദ്രകുമാരൻ കൊട്ടാരത്തിൽ നിന്ന് സുഖിക്കുകയും ചെയ്യുക അദ്ദേഹം അതൊരിക്കലും അനുവദിക്കില്ല. സൈന്യവുമായി വീരേന്ദ്രസിംഹൻ നവഗഡിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞു. ഏതാനും നിമിഷത്തിനുള്ളിൽ രാജകുമാരൻ മഹാരാജാവിനെ കാണാനായി ഇവിടെ എത്തും. തേജസിംഹൻ, ഈ ശുഭവാർത്ത എല്ലാവരെയും അറിയിക്കുകയും വരവേൽപ്പിന് ഒരുക്കങ്ങൾ നടത്താൻ ഏർപ്പാടാക്കുകയും ചെയ്യണം. തേജസിംഹൻ ചമ്പയെ കണ്ടോ? നവഗഡിൽ വെച്ച് എന്നെ കൂടാതെ വിജയഗഡിൽ സന്ദേശമെത്തിക്കാൻ ചപലിയുമൊത്തു തിരിച്ച ചമ്പയെ പിന്നീട് ഞാൻ കണ്ടിട്ടില്ല. സന്ദേശം അച്ഛന്റെ അന്തപുരത്തിൽ എത്തിച്ച് മറുപടി സന്ദേശവും വാങ്ങിപ്പോയി. പിന്നീട് ഞാനും കണ്ടിട്ടില്ല. മറുപടി സന്ദേശം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എങ്കിൽ അവളിപ്പോൾ നവഗഡിലെത്തി തേജസിംഹനെ തിരയുകയായിരിക്കും. ശരിയായിരിക്കാം. എന്നോട് അവിടെ കാത്തു നിൽക്കാനല്ലേ പറഞ്ഞത്? കുറച്ച് കാത്തു നിൽക്കട്ടെ.